Hi students, how was your exams, university exams? നന്നായിരുന്നു. നമ്മുടെ സബ്ജക്റ്റൊക്കെ മറന്നുപോയോ? മൈക്രോ പ്രൊസസ്സർ 8085. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ, അരിത്തമെറ്റിക്, ലോജിക്കൽ, ബ്രാഞ്ചിങ് ആൻഡ് മെഷീൻ കൺട്രോൾ. അതിനകത്ത് ഡാറ്റ ട്രാൻസ്ഫർ ഓൾമോസ്റ്റ് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ അഡീഷൻ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ പഠിച്ചത്, പ്രോഗ്രാമിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പഴയ ലോജിക്കൽ ഇൻസ്ട്രക്ഷനകത്തേക്ക് പോകണം. അപ്പം പിന്നെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പം നമ്മൾ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനും ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസും കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്തേക്ക് പോകുന്നത്. റൈറ്റ് എ program to add n numbers stored in 3000 onwards, 3001 onwards. N is stored in 3000 and result should be a 16-bit number which is stored in 3500 and 3501. അതായത് 3001 മുതൽ 3000n വരെയുള്ള നമ്പർ, അതായത് കൗണ്ട് എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് 3000ലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ 3000ലെ വാല്യൂ 5 ആണെങ്കിൽ 5 നമ്പേഴ്സ് ആഡ് ചെയ്യും. 5 നമ്പേഴ്സ് എവിടെയുള്ള 5 നമ്പേഴ്സാണ്? 3001 ഓൺവേർഡ്സുള്ള 5 നമ്പേഴ്സ്. 3000ൽ 10 ആണെങ്കിൽ 10 നമ്പേഴ്സ് ആഡ് ചെയ്യും. എവിടെ മുതലുള്ള 3001 മുതലുള്ള 10 നമ്പേഴ്സ് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ആക്ച്വലി പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഇത് പ്രോഗ്രാം നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് LXH 3000. ദാറ്റ് മീൻസ് എച്ചും എല്ലും എന്തായിരിക്കും? എച്ച് എല്ലിനകത്ത് 3000 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. എച്ചിനകത്ത് 30യും എല്ലിനകത്ത് 00യും. അപ്പം എച്ച് എൽ വാല്യൂ 3000 എന്ന് പറഞ്ഞിട്ട് ഉള്ള വാല്യൂ ആയിരിക്കും. എച്ച് എൽ രജിസ്റ്റർ പെയർ ഇറ്റ് കണ്ടെയ്ൻസ് 3000 വാല്യൂ. നെക്സ്റ്റ് മൂവ് ബി എം. മെമ്മറിയിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ബി രജിസ്റ്ററിനകത്തേക്ക് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് മെമ്മറി ഇപ്പോൾ ഏതാണ്? എച്ച് എൽ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ ഇതാണ്. എച്ച് എല്ലിൻ്റെ വാല്യൂ എന്താണ്? അത് മെമ്മറി അഡ്രസ് ആയിട്ട് എടുക്കും. അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ബി രജിസ്റ്ററിനകത്തേക്ക് മൂവ് ചെയ്യും. അപ്പം ബി ഇപ്പോൾ 3000ലെ വാല്യൂ, ഇപ്പം എച്ച് എൽ പോയിൻ്റ് ചെയ്യുന്ന 3000 ആയതുകൊണ്ട് 3000ലെ വാല്യൂ ബിയിലേക്ക് മൂവ് ചെയ്യും. സപ്പോസ് ബിയിൽ 05 ആണെന്നുണ്ടെങ്കിൽ ബി രജിസ്റ്ററിനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യും? ഈ 3000ലെ വാല്യൂ, ദാറ്റ് മീൻസ് 05 എന്ത് ചെയ്യും? എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ബി രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. സോ ബി വിൽ ബിക്കം 05. നെക്സ്റ്റ് MVA,00. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലൈസ് ചെയ്യുന്നു. അക്യുമുലേറ്റർ 0 ആണ്. അതേപോലെ തന്നെ സി രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2006ലെ ഇൻസ്ട്രക്ഷൻ എന്താ? മൂവ് C, A. അപ്പം എയുടെ വാല്യൂയും സിയുടെ വാല്യൂ എന്താക്കി മാറ്റും? നമ്മൾ 00 ആക്കി മാറ്റും. മനസ്സിലായോ? എയുടെ വാല്യൂ ആൻഡ് സിയുടെ വാല്യൂ ബിക്കം 00. A and B are 00. ഓക്കെ. അതിനകത്ത് ബിയിലാണ് നമ്പർ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് കൗണ്ട് സ്റ്റോർ ചെയ്യുന്നത് ബി രജിസ്റ്ററിനകത്താണ്. അക്യുമുലേറ്ററിനകത്തായിരിക്കും റിസൾട്ട്. ക്യാരി ഉണ്ടെങ്കിൽ സി രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ 3000 വാല്യൂ ഓൾറെഡി നമ്മൾ ബിയിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. 3001 ഓൺവേർഡ്സ് ആണ് ആക്ച്വലി നമ്മളുടെ നമ്പർ. സപ്പോസ് നമ്പർ 01, 02, 03, 04 ആണെങ്കിൽ നെക്സ്റ്റ് INXH ചെയ്തു. INXH എന്ന് പറഞ്ഞാൽ HLൻ്റെ വാല്യൂ എന്തായി മാറി? HLൻ്റെ വാല്യൂ 3001 ആയിട്ട് മാറി. 3001 ആയിട്ട് മാറി. HL ബിക്കം 3001. INXH തന്നെ HLൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ 3001 ആയിട്ട് മാറി. INXH 2000. ദെൻ ആഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എം ഏതാണ്? HLൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 3001 ആണ്. 3000ലെ വാല്യൂയും അക്യുമുലേറ്ററിൻ്റെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്യും. അക്യുമുലേറ്റർ ഓൾറെഡി 00 ആണ്. സോ അക്യുമുലേറ്റർ ബിക്കം അക്യുമുലേറ്റർ പ്ലസ് എന്തായിട്ട് മാറും? അക്യുമുലേറ്റർ ബിക്കം അക്യുമുലേറ്റർ പ്ലസ് 3001ലെ വാല്യൂ. അപ്പം
അക്യുമുലേറ്റർ എന്തായിട്ട് മാറും? 00 എന്ന് 00 പ്ലസ് 01 എന്തായി മാറും? 01 ആയിട്ട് മാറും. ഓക്കെ, 01 ആയിട്ട് മാറും. അപ്പം ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഉണ്ടെങ്കിൽ, ജമ്മൻ നോൺ ക്യാരി ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും, 2000D പോകും, ഇവിടത്തേക്ക് വരും. അപ്പം ക്യാരി ഉണ്ടെങ്കിലോ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഏതാ ഇൻക്രിമെൻറ്റ്? സി ഇൻക്രിമെൻറ്റ്. സി ഇപ്പം ഇത് രണ്ടും ആഡ് ചെയ്ത് 0001 ആഡ് ചെയ്തതിനകത്ത് എന്തില്ല? ക്യാരി ഇല്ല. അതുകൊണ്ട് സി എന്ത് ചെയ്യില്ല? സി രജിസ്റ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യില്ല. നേരെ എങ്ങോട്ടേക്ക് പോകും? ജമ്മൻ നോൺ ക്യാരിയാണ്, അതുകൊണ്ട് 2000D പോകും. 2000D എന്ന് പറഞ്ഞാൽ ആക്ച്വലി എങ്ങോട്ടാണ്? ഇവിടത്തേക്ക്. അവിടെ എന്ത് ചെയ്യും? ബി രജിസ്റ്റർ ഡിക്രിമെൻറ്റ് ചെയ്യും. ബി രജിസ്റ്ററിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 05 എന്നുള്ളത് എന്തായിട്ട് മാറും? 04 ആയിട്ട് മാറും. B becomes 04. ജമ്പ് നോൺ സീറോ. ഇപ്പം ബിയുടെ വാല്യൂ എന്തല്ല? 0 അല്ല, അതുകൊണ്ട് തന്നെ അത് നോൺ സീറോ ആണ്. അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, 2007 ജമ്പ് ചെയ്യും. 2007 എന്താ ഉണ്ടാവുക? ഈ ഇൻസ്ട്രക്ഷനകത്തേക്ക് ജമ്പ് ചെയ്യും. അതായത് ഇവിടുന്ന് നോൺ സീറോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നത് ഇവിടത്തേക്കാണ് ജമ്പ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നത് അവിടെ എന്തായിരിക്കും? INXH. ഇപ്പം എന്താ? HLൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പം എന്താ ഇൻക്രിമെൻറ്റ് ഇരിക്കുന്ന വാല്യൂ? 3001 ആണ്. അതെന്തായിട്ട് മാറും? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3002 ആയിട്ട് മാറും. HL become 3002. അപ്പോൾ എന്ത് ചെയ്യും? ആഡ് ആകും. അക്യുമുലേറ്ററും 3002 വാല്യൂ തമ്മിൽ ആഡ് ചെയ്യും. 3002 വാല്യൂ 2 ആണ്. അപ്പോൾ അതെന്തായിരിക്കും? അക്യുമുലേറ്ററിനകത്ത് ഓൾറെഡി 01 ആണ്. 01 പ്ലസ് 02 എന്തായി മാറും? 03 ആയിട്ട് മാറും. അക്യുമുലേറ്റർ 03 ആയിട്ട് മാറും. ക്യാരി ഉണ്ടോ? നോൺ ക്യാരി ആണ്. ഈ ആഡീഷനകത്തും ക്യാരി ഇല്ല, അതുകൊണ്ട് എന്തായിരിക്കും? ഡിക്രിമെൻറ്റ് ചെയ്യും. എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? 2000D ജമ്പ് ചെയ്യും. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ഡിക്രിമെൻറ്റ് ബി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. ബി ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? കൗണ്ട് ഒന്നും കൂടെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. കൗണ്ട് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. കൗണ്ട് ബി ബിക്കം 03. ഓക്കെ, കൗണ്ട് ഇപ്പോഴും എന്തല്ല? 0 അല്ല. സോ നോൺ സീറോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം, അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം. 2007 ജമ്പ് ചെയ്യണം. അവിടെ എന്താ ചെയ്യുന്നത്? INXH ചെയ്യും. 3002 എന്നുള്ളത് എന്തായിട്ട് മാറും? 3003 ആയിട്ട് മാറും. 3003 ആയിട്ട് മാറും. ആഡ് ആം ചെയ്യും. അപ്പം അക്യുമുലേറ്ററിന് ഇപ്പോഴുള്ള വാല്യൂ 03 ആണ്. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യും? 3003 വാല്യൂ എന്താണോ അതുമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ എന്തായി മാറും? 6 ആയിട്ട് മാറും. 03 പ്ലസ് 03 എന്തായിരിക്കും? 06. സോ അക്യുമുലേറ്റർ ബിക്കം 06 ആയിരിക്കും. ഓക്കെ, 06 തന്നെ ആയിരിക്കും അക്യുമുലേറ്റർ. ഇവിടെ എന്തില്ല? ക്യാരി ജനറേറ്റ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് വോണ്ട് ഇൻക്രിമെൻറ്റ് ദി രജിസ്റ്റർ C and it directly jump to instruction DCRB. That means 2000D. 2000D ജമ്പ് ചെയ്യും. അവിടെ എന്താ ചെയ്യുക? ബിയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ബിയുടെ വാല്യൂ ഇപ്പം എന്താ? ബിയുടെ വാല്യൂ 03 ആണ്. അതെന്തായിട്ട് മാറും? 02 ആയിട്ട് മാറും. 02. ഓക്കെ, 02 ഒരു നോൺ സീറോ ആണ്. നേരെ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? ഇവിടത്തേക്ക് ജമ്പ് ചെയ്യും. INXH ചെയ്യും. 3003 എന്നുള്ള മാറി എന്തായിരിക്കും? 3004 ആയിട്ട് മാറും. 3004 ആയിട്ട് മാറും. 3004. ദെൻ ആഡം എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിനകത്ത് ഓൾറെഡി ഉള്ള 06ഉം എമ്മിലെ വാല്യൂ. എം ഇപ്പം എന്താ? 3004 ആണ്. അതിനകത്ത് വാല്യൂ 04 ആണ്. 04 പ്ലസ് 0A. 06 പ്ലസ് 04 എന്തായിരിക്കും? 0A ആയിരിക്കും കിട്ടുക. 10 ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 0A. ഇത് എന്തായി മാറും? 0A ആയിട്ട് മാറും. That become accumulator become 0A. 0A. എന്ത് ചെയ്യും? ജമ്പ് ഓൺ ക്യാരി. ഇവിടെ ക്യാരി ഇപ്പോഴും ജനറേറ്റ് ചെയ്തിട്ടില്ല. ക്യാരി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ? അഡീഷനകത്ത് ഒരു മോർ ദാൻ 8 ബിറ്റ് വരെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തേ ഉള്ളൂ? ക്യാരി ജനറേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് വോണ്ട് ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ C, ഡയറക്ട്ലി ഗോ ടു 2000D
and execute the instruction DCRB. DCRB എന്ന് പറയുന്നത് ഡിക്രിമെൻറ്റ് ബിയുടെ വാല്യൂ കൗണ്ട് ഒന്ന് എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് എന്തായിരിക്കും, എന്തായിട്ട് മാറ്റും, 0 1 ആക്കി മാറ്റും. B become 1. Suppose 3005 വാല്യൂ 05 എന്നാണ് വരുന്നത്. ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യും. 3004 മാറി എന്തായാലും 3005 ആകും. ദെൻ ആഡ് എന്ന് പറഞ്ഞാൽ 0A + 05, 0A-യും 05-ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ജനറേറ്റ് ചെയ്യും, ഇതൊരു 06 ആയിക്കോട്ടെ. 06 0A + 6 എന്താണെന്നൊക്കെ, 0A + 1 എന്താ, B C D E F 10. അപ്പോൾ എന്തായിരിക്കും, 10 എന്നായിരിക്കും ജനറേറ്റ് ചെയ്യുക. A become 10. എന്തായിട്ട് മാറും, 10 which is equivalent to decimal value 16. 10 ആയിട്ട് A become 10. ഇപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. സി അഗെയിൻ എന്തായിരിക്കും, 00 തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഡയറക്ട്ലി ജംപ് ടു ഇൻസ്ട്രക്ഷൻ DCRB. അവിടെ നിന്ന് എന്ത് ചെയ്യും, കൗണ്ട് ഡിക്രിമെൻ്റ് ചെയ്യും. ബി എന്താണ്, ഓൾറെഡി 01 ആണ്, ഡിക്രിമെൻ്റ് ചെയ്ത് എന്തായി മാറും, 00 ആയിട്ട് മാറും. ഇനി ഇവിടെ ഇൻസ്ട്രക്ഷൻ ജമ്പോൾ നോൺ 0 അല്ല, ഇപ്പോൾ 0 ആണ്. 00 ബി ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ 0 ഫ്ലാഗ് എന്ത് ചെയ്തിട്ടുണ്ടാകും, സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകില്ല, 2007 പോകില്ല, അങ്ങോട്ടേക്ക് പോവുള്ളൂ, STAG. ഇപ്പോൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താണോ അത് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, 3500 സ്റ്റോർ ചെയ്യും. സപ്പോസ് 350 ഇതാണെന്ന് എനിക്ക് 0033 അവിടെ എന്ത് സ്റ്റോർ ചെയ്യും, 10 എന്ന് സ്റ്റോർ ചെയ്യും. 3001-നകത്തേക്കോ 3501 അവിടത്തേക്കോ. എന്നിട്ട് എന്ത് ചെയ്യും, STA 3500 എന്നാണ് 3000 അക്യുമുലേറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. സിയിലുള്ള വാല്യൂ, സിയിൽ ആക്ച്വലി എന്താ, ക്യാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്യാരി നമ്മൾ സ്റ്റോർ ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴും ക്യാരി നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും, സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. പക്ഷേ ഇവിടെ ക്യാരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 തന്നെയായിരിക്കും ക്യാരി രജിസ്റ്ററിനകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്റർ അതിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് 3501-നകത്തേക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് 3501 become 00. ഇതാണ് ആക്ച്വലി എന്ത്, കണ്ടിന്യൂസ് അഡീഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ എൻ അഡീഷൻ ഓ എൻ നമ്പറിൻ്റെ സം കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാം. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി എ HLT, halt instruction. That will stop the execution of instructions. ഓക്കെ, ഇതാണ് n നമ്പേഴ്സിൻ്റെ ഫൈൻഡ് ദി സം ഓഫ് n നമ്പേഴ്സ്. n എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആകാം, 5 നമ്പേഴ്സിൻ്റെ ആകാം, 6 നമ്പേഴ്സിൻ്റെ ആവാം, 10 ആവാം, 100 ആവാം. ഏത് നമ്പേഴ്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ നമുക്ക് ഈ പ്രോഗ്രാം യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പം നമ്മുടെ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു, ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. then next we are moving to logical instructions. In 8085 logical operations are AND, OR, XOR and complement operations, then compare operations, then rotate instructions. These are the three main instructions, logical instructions available in 8085. A logical AND operation, logical OR operation, logical XOR operation and complement operations. Complement means complement just opposite ആക്കുക. 0 ആണെങ്കിൽ 1 ആക്കും, 1 ആണെങ്കിൽ 0 ആക്കും. ഓക്കെ, then compare instructions, compare two values, compare two quantities. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 3 പോസിബിലിറ്റിയാണ്. ഇത് ഇറ്റ് മേ ബി ഗ്രേറ്റർ ദൻ ഓർ ഗ്രേറ്റർ ദൻ A greater than B ആകാം, A equal to B ആകാം, A less than B ആകാം. If we are comparing two quantities A and B, then result will be either A greater than B or A less than B or A equal to B. അപ്പം അങ്ങനെയുള്ള കമ്പാരിസൺ പോസിബിൾ ആണ് 8085-നകത്ത്. ആൻഡ് ലാസ്റ്റ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഇസ് എ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ. റൊട്ടേറ്റ് the content of accumulator through carry flag
or not through carry flag, and also it may be it can be possible to rotate right to left and left to right, ഏത് വേണമെങ്കിലും പോസിബിൾ ആണ്. ത്രൂ ക്യാരി ഓർ നോട്ട് ത്രൂ ക്യാരി അതും പോസിബിൾ ആണ്. ഇതാണ് ആക്ച്വലി different instructions used for different logical instructions used for 8085. First instruction is and logical AND operations. So logical AND operations. The instruction used for logical operations are ANA. ANA register or memory. Either we can specify or we can specify a register or memory. ANA M possible ആണ്, ANA B possible ആണ്, ANA L H D 8-bit register മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. The content of the accumulator are logically and with the content of operand. A result is placed in the accumulator itself. That means after performing a logical operation, the result should be in a accumulator. But normally AND operations are performed by the content of accumulator and register or memory specified in the instruction. ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റോ ആൻഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂ നമ്മൾ അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താ, 0 തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ലോജിക്കൽ ഓപ്പറേഷൻ നിങ്ങൾ ഡിജിറ്റലിനകത്ത് പഠിച്ചിട്ടുണ്ടാവില്ലേ, 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 0 കിട്ടും. 10 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ആൻഡ് 11 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. സോ ദിസ് ഇസ് ദി ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. 2 രജിസ്റ്റേഴ്സ്, ഒന്ന് അക്യുമുലേറ്റർ ആയിരിക്കും, ഒരു ഓപ്പറേറ്റ് എന്തായാലും ഇതിനകത്തായിരിക്കണം, അക്യുമുലേറ്ററിനകത്തായിരിക്കണം. സെക്കൻഡ് ഓപ്പറേറ്റർ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ഈ 8-bit വാല്യൂ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ തമ്മിൽ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. And final result should be stored in accumulator itself. Flags are modified according to the instructions. Sign flag, zero flag, parity flags are modified to reflect the result of operation. Carry flag is reset. Carry flag is modify. In 8085, auxiliary carry flag is set, and in 808A, auxiliary carry flag is result of ORing bits D3 of its operations. അത് രണ്ടും ഓക്സിലറി ക്യാരി ഫ്ലാഗിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് 8080Aക്കകത്ത് ഒരു രീതിയിലും 8085 വേറെ രീതിയിലായിരിക്കും. അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അലക്കണം. എനിവേ സൈൻ ഫ്ലാഗും സീറോ ഫ്ലാഗും പാറ്റേൺ ഫ്ലാഗും എന്ത് ചെയ്യും, മോഡിഫൈ. ഇനി എക്സാമ്പിൾ നോക്കി നോക്കും നിങ്ങൾ. ആൻഡ് NAD, that means accumulator is AND with register D. നമുക്ക് ആ ഓപ്പറേഷൻ നോക്കാം. A is equal to എയുടെ വാല്യൂ 54ഉം ബിയുടെ വാല്യൂ 82 ആണെന്നായിരിക്കാം. ഡി വാല്യൂ 82 ആണെന്നായിരിക്കാം. ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാം, ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എയും ഡിയും തമ്മിൽ എന്ത് ചെയ്യും, ആൻഡ് ചെയ്യും. 0 തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞാൽ 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും 0, 10 ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും 0. ഇവിടെ എല്ലാം എന്തായി മാറും, 0 ആയിട്ട് മാറും. കാരണം എന്താണ്, 11 ഒരു സ്ഥലത്തും എന്ത് ചെയ്യുന്നില്ല, ആൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ വാല്യൂസും 11 ആൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബിറ്റിനകത്ത് 0 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അക്യുമുലേറ്റർ അപ്പോൾ എന്തായി മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, ദിസ് ഈസ് ദ ആൻഡ് ഓപ്പറേഷൻസ്. ഈ ആൻഡ് ഓപ്പറേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ രജിസ്റ്ററോ എന്തോ തമ്മിലാണ്, ഒരു രജിസ്റ്ററും അക്യുമുലേറ്ററും രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറിയും തമ്മിലാണ്. ഇതേപോലെ തന്നെ അക്യുമുലേറ്ററും ഇമീഡിയറ്റ് 8-bit വാല്യൂ തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ANI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. ANI ആൻഡ് ഇമീഡിയറ്റ് വാല്യൂ ഈസ് AND വിത്ത് accumulator. ANI 8-bit value. The content of accumulator are logically AND with the 8-bit data specified in the instructions. ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ അക്യുമുലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ചെയ്യും. അതനുസരിച്ചിട്ട് അക്യുമുലേറ്ററിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യും, റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ANI 97. സപ്പോസ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ A3 ആണെന്ന് വിചാരിക്കാം.
10100011 ഇതും 97 തമ്മിൽ എന്ത് ചെയ്യും ആഡ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ എന്താ 1001 പിന്നെ 0097 തരാമല്ലോ 0111. അപ്പോൾ 1 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും റിസൾട്ട്. 1 അഗെയിൻ 1 010 001 010 1010 00001 111. അപ്പോൾ ഇതായിരിക്കും റിസൾട്ട്. ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററാണ് സ്റ്റോർ ചെയ്യും. സോ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സാധനം ഇതാണ്. കാരണം നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് ഒരു ബിറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെന്നിരിക്കാം. ഒരു അൺനോൺ വാല്യൂവിനകത്ത് ഇപ്പോൾ ഒരു രജിസ്റ്ററിനകത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 8 ബിറ്റിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രം 0 ആണോ 1 ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ബിറ്റ് മാത്രം 1 ആക്കിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കിയിട്ടുള്ളൊരു വാല്യൂ വെച്ചിട്ട് ആൻഡ് ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു 6th ബിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആൻഡ് ചെയ്യണം. അല്ല എന്താണെന്ന് അറിയണം, 0 ആണോ 1 എന്ന് അറിയണം. 1 0 0 0 0 1 0 1 0 0 1 അത് നമുക്ക് ഈ ഒരു ബിറ്റ് മാത്രം 1 ആണോ 0 ആണോ എന്ന് അറിയണമെന്നായിരിക്കും. അപ്പോൾ അതിനെന്താ ചെയ്യുക? ആ ബിറ്റ് മാത്രം 1 ആക്കിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കിയിട്ടുള്ളൊരു വാല്യൂ വെച്ചിട്ട് ആൻഡ് ചെയ്യും. ഈ ബിറ്റൊക്കെ എന്തായിരിക്കും? 0 ആണ്, ഇത് 0 ആണ്, ഇത് പക്ഷേ 1 ആയിരിക്കണം. കാരണം ഇത് 1 ആക്കിയിട്ടുള്ളൊരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ റിസൾട്ട് എന്താ വരുന്നത്? 1 0 0 1 0 0. ഈ ബിറ്റ് 1 ആണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഈ ബിറ്റ് 0 ആണെങ്കിൽ ഇവിടെ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ 1 ആണ്. ഇവിടെ 0, ഇവിടെ 0, ഇത് 0, ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കി നോക്ക്, റിസൾട്ട് 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താണ്? ഈ ഒരു ബിറ്റ് 0 ആണെന്ന് മനസ്സിലാക്കാം. റിസൾട്ട് നോൺ 0 ആണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ 1 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെ ലോജിക്കൽ ഓർ ഓപ്പറേഷൻസ്, ORA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സെയിം തന്നെ. അപ്പം ORA ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ഓറിങ് അക്യുമുലേറ്റർ വിത്ത് എ രജിസ്റ്റർ ഓ മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷനോ രജിസ്റ്ററോ ഓർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ORA. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് എന്ത് സ്പെസിഫൈ ചെയ്യും? either we can specify a name of a register or simply M. ആൻഡ് M എന്ന് പറയുന്നത് എന്തായിരിക്കും? HL പെയറിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും. ഇനി ഓർ ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 0 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ എന്താകട്ടെ? 0 എന്നാകട്ടെ. 0 1 ഓർ ചെയ്ത് കഴിഞ്ഞാലോ 1 ആകട്ടെ. 1 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആകട്ടെ. 1 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആകട്ടെ. ഇതാണ് ഓർ ഓപ്പറേഷൻ. ലോജിക്കൽ ഓർ ഓപ്പറേഷനാണ് ആക്ച്വലി. ഇതേപോലെ തന്നെ ആയിരിക്കും എന്ത് പെർഫോം ചെയ്യാം? 2 രജിസ്റ്ററിൻ്റെ വാല്യൂ തമ്മിൽ, അതിനകത്ത് ഒരു രജിസ്റ്റർ അക്യുമുലേറ്റർ ആയിരിക്കും. ആ രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ ഓർ ചെയ്യും. ഓർ ചെയ്തിട്ട് എല്ലാ വാല്യൂയും ഇതേപോലെ തന്നെ ആയിരിക്കും ഓർ ചെയ്യും. 0 0 0 1 1 0 1 1 നമ്മൾ ഓർ ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിനകത്തുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ 03, ബിയുടെ വാല്യൂ 81 ആണ്. 03 81 0 0 0 0 03 തന്നെ ഈ മൊത്തം 4 ബിറ്റും 0 ആയിരിക്കും. പിന്നെ 0 0 1 1 ആണ് ഇവിടെ. 81 തന്നെ 8100 അതാണ് 8 തന്നെ. 0 0 1 ഇത് രണ്ടും കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. 0 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. 0 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. 0 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഇതെല്ലാം എല്ലാ 0 0യും ഓർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. 0 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 0 0 0 0 0 1 1. അപ്പോൾ 83 തന്നെ ഒരു വാല്യൂ ആയിരിക്കും ഇതിനകത്തേക്ക് വരിക, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിറ്റ് 1 ആണോ 0 ആണോ എന്നാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ബിറ്റ് മാത്രം 0 വെച്ചിട്ട് ബാക്കിയെല്ലാം 1 വെച്ചിട്ടുള്ളൊരു വാല്യൂ ഓർ ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാം.
പക്ഷേ എക്സ്ട്രാക്റ്റിൻ്റെ വാല്യൂ 0 ആണോ എന്നാണോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓർ ലോജിക്കൽ ഓർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇമീഡിയറ്റ് ഇൻസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് അക്യുമുലേറ്റർ വിത്ത് ഇമീഡിയറ്റ് വാല്യൂ ഓർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ORI 8-bit വാല്യൂ, ORI 8-bit വാല്യൂ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ ഓർ വിത്ത് 8-bit വാല്യൂ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 8-bit വാല്യൂ എന്ത് ചെയ്ത് എടുക്കാൻ പറ്റും, നമുക്ക് ഓർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്. ക്യാരി ഫ്ലാഗും ഓസ്ട്രേലിയ ക്യാരി ഫ്ലാഗും എന്ത് ചെയ്യുന്നില്ല, മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഓർ ഓപ്പറേഷൻ ഈസ് ഓവർ. ഇനി അടുത്ത ലോജിക്കൽ ഓപ്പറേഷൻ ഉണ്ട് XRA. XRA മീൻസ് XOR accumulator with a register specified in the instruction or memory locations. XRA B രജിസ്റ്റർ ആകാം, C ആകാം, D ആകാം, അങ്ങനെ M ആകാം, ഇത് വേണമെങ്കിലും. XRA വേണ്ടി നമ്മൾ ഒരു രജിസ്റ്ററിൻ്റെ പേരോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ്റെ പേരോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, XOR ഓപ്പറേഷൻ എന്താ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ? സീറോ ആയിരിക്കും റിസൾട്ട്, 0 1 ആയിരിക്കും റിസൾട്ട്, 1 0 1 ആയിരിക്കും, ആൻഡ് 1 1 will be 0. OR ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 ബിറ്റും സെയിം വാല്യൂ ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും, 2 ബിറ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ 1 ആയിരിക്കും. സോ OR ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് XRA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. XRA രജിസ്റ്റർ, നെയിം ഓഫ് രജിസ്റ്റർ ഓർ മെമ്മറി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ, M നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അക്യുമുലേറ്ററിനകത്ത് HL പോയിൻ്റ് ചെയ്യുന്ന രജിസ്റ്ററിനകത്തുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ അക്യുമുലേറ്റർ നമ്മൾ OR ചെയ്യും, XOR ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് XOR ചെയ്യും, അക്യുമുലേറ്ററിനകത്ത് XOR ചെയ്യും. The content of operand, register or memory are exclusively O with the content of accumulator and result are placed in accumulator itself. The contents of operand are not altered. ഇവരെല്ലാം എല്ലാ ഓപ്പറേഷനകത്തും ഓപ്പറൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അത് സ്റ്റോർ ചെയ്യുന്ന അക്യുമുലേറ്ററിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഓൾട്ടർ ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. അപ്പം ആൻഡ് ഓപ്പറേഷനായി OR ഓപ്പറേഷനായി XRI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. XRI എന്ന് പറഞ്ഞ പോലെ തന്നെ XRI ഉണ്ട്. ഇമീഡിയറ്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, XOR ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പോസിബിളാണ്. ഇത് XRA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പോസിബിൾ ആണ് അല്ലേ. അക്യുമുലേറ്റർ എന്ത് ചെയ്യും, അക്യുമുലേറ്ററായിട്ട് തന്നെ എന്ത് ചെയ്യും, XOR ചെയ്യും. അപ്പോൾ സെയിം വാല്യൂ വെച്ചിട്ട് തന്നെ XOR ചെയ്യുന്നതുകൊണ്ട് എന്തായി മാറും, റിസൾട്ട് 0 ആയിട്ട് മാറും. മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നോട് കാണിച്ചു തരാം. സപ്പോസ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 1 0 1 1 0 1 1 0 ആണെന്നിരിക്കാം. XRA എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ നമ്മൾ OR ചെയ്യും. അതായത് 0 1 0 1 ആയിട്ട് OR ചെയ്യും, 0 1 1 0 ആയിട്ട് OR ചെയ്യും. അപ്പോൾ ഇത് OR ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 0 0 OR ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും കിട്ടുക. 1 1 OR ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുക. 1 1 OR ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ 0 കിട്ടും. ഇവിടെയൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 എല്ലാ ബിറ്റിനകത്തും എന്തായിരിക്കും, 0 ആയിരിക്കും. XRA എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും, എല്ലാ ബിറ്റിനകത്തും അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്തായിട്ട് ക്ലിയർ ചെയ്യും, 0 ആയിട്ട് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ 0 ആയിട്ട് മാറും. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 ആക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ്, MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. നോക്കിയപ്പോൾ നിങ്ങൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള 0 സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ MVI
A, 0, 0. It's a 2-byte instruction. That means 2 byte വേണം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ. 2000 MBA കോഡും 3 എന്ന് പറഞ്ഞ കോഡും ഇത് 00 എന്ന് പറഞ്ഞ കോഡും രണ്ടും കൂടെ 2 byte ആവുന്നതുകൊണ്ട് നമുക്ക് സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? സെയിം പർപ്പസിനാണ് XRA യൂസ് ചെയ്യാൻ. XRAയും MBA Aക്കും സെയിം ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ XRAക്ക് എന്ത് വേണ്ട? 2 byte വേണ്ട, അത് സിംഗിൾ ബൈറ്റ് മാത്രം മതി. മറ്റതിന് 2 byte വേണം. 2 മെമ്മറി സ്പേസ് ഓക്യുപ്പൈ ചെയ്യും അതിൽ. ഓക്കെ, ദിസ് ഈസ് XOR ഓപ്പറേഷൻസ്. ഇനി കോംപ്ലിമെൻ്ററി ഓപ്പറേഷൻസ്, കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ. അതിനകത്തൊരു ഇൻസ്ട്രക്ഷനാണ് CMA. CMA മീൻസ് കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യും? ജസ്റ്റ് കോംപ്ലിമെൻ്റ് ചെയ്യും. ഓൾറെഡി 0 ആയിരുന്ന സാധനങ്ങളൊക്കെ ബിറ്റൊക്കെ എന്തായി മാറും? 1 ആയിട്ട് മാറും. 1 ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തായും? 0 ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ CMA എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു വേറെ CMA എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്പറൻ്റ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇംപ്ലിസിറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്പറൻ്റ് അക്യുമുലേറ്റർ ആണ്. അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് എന്താവാനാണ് ചെയ്യുന്നത്? കോംപ്ലിമെൻ്റ് ആക്കാനാണ് ചെയ്യുന്നത്. അപ്പം 1 0 0 0 1 0 1 1 ഇതാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. CMA ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്നത്. അത് CMA ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 1 എന്തായി മാറും? 0 ആയിട്ട് മാറും. ഈ 0 1 ആയിട്ട് മാറും. അഗെയിൻ 1 1 0 1 1 0. എന്നിട്ട് എന്താ അവിടെ വരുന്നത്? 0 1 1 1 0 1 1 0. ഇത് 7 6 ഇതാണ് ആക്ച്വലി കോംപ്ലിമെൻ്റ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്. കോംപ്ലിമെൻ്റ് ക്യാരി തന്നെ വേണം. ഓൾറെഡി ക്യാരി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 0 ആക്കാനും, ഓൾറെഡി 0 ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? കോംപ്ലിമെൻ്റ് ക്യാരി. ഇറ്റ്സ് ഓൾസോ എ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അത് CMC എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇപ്പോൾ ഉള്ള ക്യാരിനെ ജസ്റ്റ് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കണം, ഓഫ് ആക്കണമെങ്കിൽ ഓൺ ആകണം. അത് മാത്രമേ ചെയ്യുന്നു. ഓക്കെ, ഇനി കമ്പയർ ഇൻസ്ട്രക്ഷൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണ്. നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിനകത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് കമ്പയർ ഇൻസ്ട്രക്ഷൻസ്. സോ കമ്പയർ ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ് ടു കമ്പയർ 2 ക്വാണ്ടിറ്റീസ്. 1 നമുക്കറിയാം എന്താണ്? അക്യുമുലേറ്റർ തന്നെയായിരിക്കും. അതർ ക്വാണ്ടിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ മേ ബി എ നെയിം ഓഫ് രജിസ്റ്റർ ഓ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ ഓ മെമ്മറി ലൊക്കേഷൻസ്. ഒരു മെമ്മറി ലൊക്കേഷനിലെ 8-bit വാല്യൂയും അക്യുമുലേറ്ററിൻ്റെ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാ ഗ്രേറ്റർ വാല്യൂ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഗ്രേറ്റർ വാല്യൂ ഏതാണെന്ന് അറിയാൻ നമ്മൾ ക്യാരി ഫ്ലാഗിനെ ഹെൽപ്പ് ചെയ്യുന്നു. ക്യാരി ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, 0 ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ 2 ഫ്ലാഗിനെയും നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏതാണ് ലാർജർ വാല്യൂ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ലിറ്റിൽ ബിറ്റ് ഈ ഇൻസ്ട്രക്ഷൻ ശരിക്കും ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇൻസ്ട്രക്ഷനാണ്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ കമ്പയർ ഇൻസ്ട്രക്ഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? അക്യുമുലേറ്ററിൻ്റെ വാല്യൂയും വേറെ രജിസ്റ്ററിൻ്റെ വാല്യൂയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്ത് വെക്കുന്നു. ഇൻ്റർണൽ ആക്ച്വലി സബ്ട്രാക്ട് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിസൾട്ട് എന്തായിരിക്കും? 0 അല്ലേ? അപ്പം രണ്ടും ഈക്വൽ ആണെങ്കിൽ 0 ഫ്ലാഗ് എന്തായിരിക്കും? അപ്പം ഇതൊരു കമ്പാരിസൺ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. അക്യുമുലേറ്ററും CMP B എന്താ കമ്പയർ ചെയ്യാം? A B ഇതല്ലേ കമ്പയർ ചെയ്യാം? ഏതൊക്കെ പോസിബിലിറ്റിയാണ്? A ഗ്രേറ്റർ ദാൻ B ആകാം. അപ്പോൾ ക്യാരി ഫ്ലാഗ് എന്താണ്? ഫ്ലാഗ്സ് എന്താണ്? പിന്നെന്തായിരിക്കും?
ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. സി എഫ് എന്നാണ് 0 ആയിരിക്കും. 0 ഫ്ലാഗോ? ആയിരിക്കും. അല്ല, 0 ഫ്ലാഗ് എന്തായിരിക്കും? 0 ഫ്ലാഗും 0 ആയിരിക്കും. എ ലെസ് ദാൻ ബി പോട്ടെ. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ആക്ച്വലി ഞാൻ പറഞ്ഞു ഇത് ഇൻറ്റേർണലി പെർഫോം ചെയ്യുന്നത് എന്താണ്? എ മൈനസ് ബി എന്നാണ്. അപ്പോൾ എ മൈനസ് ബി ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരു റിസൾട്ട് കിട്ടും അല്ലേ ചേട്ടൻ? ഇപ്പോൾ 8 - 6 എന്ന് പറയുന്ന സമയത്ത് ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ 8 - 3 എന്ന് പറഞ്ഞാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു 5 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാരി ഫ്ലാഗിനകത്ത് ക്യാരി ഉണ്ടാവില്ല, 0 ഫ്ലാഗിനകത്ത് എന്തുണ്ടാവില്ല, 1 ഉണ്ടാവില്ല. ഇനി എ ലെസ് ദാൻ ബി ആണെങ്കിൽ ചെറുതിനകത്ത് നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. ചെറുതിനകത്ത് നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്യാരി ഫ്ലാഗ് എന്തായിട്ട് മാറും? ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1 ആയിട്ട് മാറും. 0 ഫ്ലാഗോ? അപ്പോഴും 0 തന്നെയായിരിക്കും. 0 ഫ്ലാഗ് റിസൾട്ട് 0 ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? 1 ആവുള്ളൂ. 0 ആവും. എ മൈനസ് ബി ചെയ്യുകയാണെങ്കിലോ എ മൈനസ് ബി രണ്ടും ഈക്വൽ വാല്യൂ ആണ്. രണ്ടും ഈക്വൽ വാല്യൂ ആകുന്ന സമയത്ത് റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. റിസൾട്ട് 0 ആകുന്ന സമയത്ത് ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ഫ്ലാഗ് 1 ആയിരിക്കും. എ മൈനസ് ബി ചെയ്യുമ്പോൾ എയും ബിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. റിസൾട്ട് 0 ആണെങ്കിൽ 0 ഫ്ലാഗ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 0 ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കമ്പയർ ചെയ്യുന്ന രണ്ട് ക്വാണ്ടിറ്റിയും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ, ക്യാരി ഫ്ലാഗ് 1 ആവുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എയുടെ വാല്യൂ ലെസ് ദാൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് മനസ്സിലാക്കും. ഇങ്ങനെയാണ് രണ്ട് വാല്യൂ, രണ്ട് ക്വാണ്ടിറ്റി കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ലാർജർ വാല്യൂ ആണോ സ്മോളർ വാല്യൂ ആണോ, കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഈക്വൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ലാർജർ വാല്യൂ ആണോ സ്മോളർ വാല്യൂ ആണോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം കമ്പയർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആക്ച്വലി ഇതാണ് പെർഫോം ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് 8 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് കമ്പയർ വിത്ത് രജിസ്റ്റർ ഓ മെമ്മറി ലൊക്കേഷൻ മാത്രമല്ല, കമ്പയർ ആൻഡ് 8 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ. അത് CPI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. CPI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഇവിടെ എഴുതാം. ബാക്കിയെല്ലാം സെയിമാണ്. CPI 8 ബിറ്റ് വാല്യൂ. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ CPI 09. ദാറ്റ് മീൻസ് അക്യുമുലേറ്റർ ഈസ് കമ്പയർ വിത്ത് 09. 09 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 09 ആണെങ്കിൽ 0 ഫ്ലാഗ് 1 ആകും. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 09നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആകും. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 09നേക്കാളും കൂടുതലാണെങ്കിൽ ക്യാരി ഫ്ലാഗോ 0 ഫ്ലാഗോ ഒന്നും എന്ത് ചെയ്യില്ല, സെറ്റ് ചെയ്യില്ല. ഓക്കെ, ക്യാരി ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യുക? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ലെസ് ദാൻ ആകുമ്പോൾ. 0 ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യുക? രണ്ടും ഈക്വൽ ആകുമ്പോൾ. ഇത് രണ്ടും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ്, കമ്പയർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ ലോജിക്കൽ ഇൻസ്ട്രക്ഷനകത്ത് നമുക്കുള്ളത് ഏതാണ്? റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. 4 ടൈപ്പ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇവിടെ ഏതാണ് നമുക്ക് RAR, then RAL, RRC, RLC. അത് ആദ്യത്തെ RAL നോക്കാം. RAL എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ലെഫ്റ്റിലേക്ക് ഒരു ബിറ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും.
ഒരു ബിറ്റ് ടൈംസിന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന വാല്യൂ ഏത് കൂടെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക, ക്യാരി ഫ്ലാഗ് വഴി ആയിരിക്കും, ത്രൂ ക്യാരി ആയിരിക്കും. ദാറ്റ് മീൻസ് ലെഫ്റ്റിലെ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, ക്യാരിയിലേക്ക് പോകും. അതുകൊണ്ട് ലെഫ്റ്റിലെ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, ക്യാരിയിലേക്ക് പോകും. അതായത് ഇതിൻ്റെ ലെഫ്റ്റിലെ വാല്യൂ ലെഫ്റ്റിലെ വാല്യൂ ക്യാരിയിലേക്ക് പോകും. ക്യാരിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ അങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. അതിൻ്റെ ഇവിടുത്തെ വാല്യൂ അങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ വാല്യൂ അങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെ ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ലാസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. സോ ദിസ് ഇസ് ദ റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം. 0, 1 എന്ന് പറഞ്ഞൊരു വാല്യൂ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 0 ആയിട്ട് മാറും. ആക്ച്വലി 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണെന്ന്. ഇപ്പോൾ ഡിജിറ്റലിൽ ഒരു പ്രാവശ്യം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ അതാണ് RAL. ഇനി R ആണെങ്കിലോ, RAL എന്ന് പറഞ്ഞാൽ സെയിം ആണ്, എക്സെപ്റ്റ് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യും. RAR എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. ഇതും ക്യാരിയിലൂടെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എന്താണ്, റൈറ്റ് സൈഡിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് പോകും, ക്യാരിയിലേക്ക് പോകും. ക്യാരിയിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് പോകും, D7ലേക്ക് പോകും. D7 അങ്ങോട്ടേക്ക് പോകും, D6ലേക്ക് പോകും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഒരു ബിറ്റ് പൊസിഷൻ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ റൈറ്റിലേക്ക് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിന് ഈക്വലാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. ഓക്കെ, ഇവിടെ ക്യാരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രീവിയസ് വാല്യൂ ഏതിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ റിസൾട്ടൻറ്റ് സിഗ്നലിനെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത റൊട്ടേഷൻ തന്നെ നോട്ട് ത്രൂ ക്യാരിയാണ്, RLC റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്. നോട്ട് ത്രൂ ക്യാരിയാണ്, നോട്ട് ത്രൂ അല്ല, പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൊട്ടേറ്റ് ചെയ്യുന്ന വാല്യൂ LSB ബിറ്റ് എങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും, ക്യാരി ഫ്ലാഗിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ലെഫ്റ്റ് സൈഡിലേക്കല്ലേ റൊട്ടേറ്റ് ചെയ്തത്, അപ്പോൾ D7 ബിറ്റ് എങ്ങോട്ടേക്ക് പോകും, നേരെ D0ലേക്ക് പോകും. അല്ലാതെ ഏതെല്ലാം പോവുക, ക്യാരി ഫ്ലാഗിലല്ല പോവുക. പക്ഷേ D7 ബിറ്റ് എങ്ങോട്ടേക്കും കൂടെ പോകും, ക്യാരിയിലേക്കും കൂടെ പോകും. അപ്പോൾ 1 എങ്ങോട്ടേക്ക് വരും, ക്യാരി ഫ്ലാഗിലേക്ക് വരും. പക്ഷേ ആ നേരത്തെ ഉണ്ടായിരുന്ന 0 അല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്തായി മാറും, 1 ആയിട്ട് തന്നെ മാറും. ഇനി ഈ 1 അങ്ങോട്ടേക്ക് വരും, നേരത്തെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും. ഓരോ ബിറ്റ് പൊസിഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ത്രൂ. ഇത് ആകെ RLC മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ, ഇംപ്ലിസിറ്റ് ആണ്. അക്യുമുലേറ്ററിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ, കോംപ്ലിമെൻ്ററി ഇൻസ്ട്രക്ഷനൊക്കെ ഇംപ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുക, ബിക്കോസ് ദേ ആർ നോട്ട് ഗിവിങ് എനി ഓപ്പറൻറ്റ് ഇൻ ദി ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ ഓപ്പറൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് അഡ്രസ് മോഡ് എന്ന് പറയുക. അത് നമ്മൾ പഠിക്കണം, അഡ്രസ്സിങ് മോഡ് പഠിക്കുമ്പോൾ. ഇനി ലാസ്റ്റിലത്തെ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് RRC റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്. നേരെ തിരിച്ചു, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ നേരെ തിരിച്ചു റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. D0 ബിറ്റ് എങ്ങോട്ടേക്ക് വരും, D7 വരും. അല്ലാതെ ക്യാരിയിലുള്ള വാല്യൂ അല്ല വരിക. പക്ഷേ D0 ബിറ്റ് എവിടെയും കൂടെ വരും, ക്യാരി ഫ്ലാഗിലും കൂടെ വരും.
പക്ഷേ നോട്ട് ത്രൂ ക്യാരിയുള്ള ഫ്ലാഗ് അല്ല എങ്ങോട്ടേക്ക് വരുന്നത്, ബിറ്റല്ല എങ്ങോട്ടേക്ക് വരുന്നത്, D7 വരുന്നത്. ഇനി D7 ബിറ്റ് D6 D6 വാല്യൂ D5 അങ്ങനെ ഓരോന്നായിട്ട് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് എന്ത് ആക്ച്വലി RRC, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്. അപ്പം ഇത്രയാണ് ആക്ച്വലി ഇതിനകത്ത് 8085 യൂസ് ചെയ്യുന്ന ഏത് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ 8085 എല്ലാ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇനി പ്രോഗ്രാം ചെയ്ത് നോക്കാം.